പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന കാര്യം പാർട്ടിക്ക് അറിയാം. പാർട്ടിക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ? ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോ ഈ വാർത്ത ആദ്യം വന്നിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്രത്തിലാണ്. അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും മുൻപ് ഒരു ദേശീയ മാധ്യമം പത്രത്തിന്റെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം, അതായത് മലപ്പുറം പരാമർശം ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് മുൻപും സമാനമായ രീതിയിലുള്ള ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയം പാർട്ടിക്കോ പാർട്ടിക്കോ തോന്നുന്നുണ്ടോ? ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ ഉത്തരം പറയാൻ പോകുന്നത്? നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്ക് തീർക്കുക, ഞാൻ തീർക്കില്ല. നേരത്തെ പറഞ്ഞ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്ത ഒരു കാര്യം DC ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റായ പുറത്തു വരുമ്പോൾ പാർട്ടി അതിനെങ്ങനെയാണ് കാണുന്നത്? നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ജയരാജൻ സമ്മേളനത്തിലാണ്. പക്ഷേ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യം ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം പറയുന്നത് സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, ആ മേറ്ററെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേറ്ററിന്റെ ഓരോ ഭാഗം പിടിച്ചിട്ട് ചർച്ചക്കൊന്നും ഞാനില്ല. പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി നേതാവ് ഒരു പുസ്തകം എഴുതുമ്പോൾ പാർട്ടി അറിയിക്കേണ്ടതില്ല. പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെ ചോദിക്കുക. പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇല്ലില്ല, അത് കാരണം എഴുതി പൂർത്തിയാക്കിയില്ലല്ലോ ചേരാ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാതെ? അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അകത്ത് ജയരാജൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. മറ്റു പാർട്ടിയുടെ കാര്യം ഇത് ചർച്ച ചെയ്തു ഇതുവരെ. ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും ചർച്ച ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാണ് ജയരാജൻ എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടതല്ലേ. പിന്നെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ ആയിക്കോട്ടെ. ഉടനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇന്ന് 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചൂടെ? ഇത്ര സമയം വേണമെന്നുണ്ട്. എഴുതി പൂർത്തീകരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കാമല്ലോ. നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണിത്. അതാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പോരെ, ഏത് ബുക്കിന്റെ ഭാഗത്തായ DC ബുക്കാണോ വേറെ ഏതെങ്കിലും ബുക്കാണോ ഞാൻ പറയുന്നില്ല. ഏത് ബുക്സിന്റെ ഭാഗമായിട്ടും അവരെ ഒരു മാർക്കറ്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഉപയോഗിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത്? ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവം ഉണ്ടായിട്ടാ. ഹിമാരിയുടെ തന്നെയാ ഉപയോഗിക്കല്. എങ്ങനെയും പ്രതികരിക്കില്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളകളെല്ലാം തന്നെ ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം ഉണ്ടായിട്ട് മാഷുടെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും. അപ്പോൾ EPI ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും EPക്കെതിരായ ഗൂഢാലോചനയാണോ നടക്കുന്നത്? ഒരു സംശയം ജനിപ്പിക്കുന്നില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ? സ്വാഭാവികമായി
അറിയാവുന്നതാണ് ചോദിക്കേണ്ടത് പറയും. പക്ഷേ ഈ വിഷയം പാർട്ടി പരിശോധിക്കും. ഞങ്ങൾ ഏത് വിഷയമാണ് പരിശോധിക്കാതെ? ഇത് പരിശോധിക്കും. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഉത്തരവാദിത്വം